Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ മിസ് ഇന്നലെ എടുത്തത്? ക്ലിയർ ആണോ? ഫ്രീ ഉണ്ടോ ക്ലാസ്സില്? ഫ്രീയാ ക്ലാസ്സിലുണ്ടോ? ഓക്കെ. ടോപ്പിക് പറയാന്ന് വെച്ചിട്ട് എന്നിട്ട് മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിസ് കഴിഞ്ഞ ദിവസം എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് വരെയല്ലേ എടുത്തത് മിസ്? അതെ. Next, generate a positive. ക്ലാസ് തുടങ്ങിക്കോട്ടെ മിസ്. ബാക്കി ക്ലിയർ അല്ലേ മിസ് കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ? Okay. Generate a positive patient's experience by teaching the patient about their health and how to measure it. ഒരു പേഷ്യൻസിന് അവരുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അത് പക്വതയോടുകൂടി എങ്ങനെ പെരുമാറണം അല്ലെ, എങ്ങനെ മെഡിസിൻ കഴിക്കണം, എങ്ങനെ ഫുഡ് കൺട്രോൾ ഡയറ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പേഷ്യൻസിനെ ടീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിനെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അവരതെങ്ങനെ പക്വതയോടെ നേരിടണം അല്ലെ, മരുന്നുകൾ എങ്ങനെ കഴിക്കണം, ഡയറ്റ് കൺട്രോൾ എങ്ങനെ നടത്തണം, എക്സസൈസുകൾ നടത്തേണ്ടതിനെ കുറിച്ച്, ഫോളോ അപ്പ് കെയർസ്, ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു പേഷ്യൻസിനോട് ഡോക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിലാക്കാൻ സാധിക്കില്ലേ? അവരുടെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കില്ലേ? നോക്കിയേ, ജനറേറ്റ് എ പോസിറ്റീവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നു. എങ്ങനെയാണ്? ബൈ ടീച്ചിങ് ദ പേഷ്യൻസ് അബൌട്ട് ദെയർ ഹെൽത്ത് ആൻഡ് ഹൗ ടു മെച്ചർ ഇറ്റ്. അവർക്ക് അവരുടെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അല്ലെ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ്, നിങ്ങൾ അത് പക്വതയോടുകൂടി എങ്ങനെ നേരിടണം അല്ലെ എന്നതിനെ കുറിച്ച് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. എന്തിനെ കുറിച്ചാണ് പേഷ്യൻസിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? പേഷ്യൻസിന്റെ ഹെൽത്തിനെ കുറിച്ചല്ലേ അല്ലെ? അവരുടെ ഹെൽത്തിനെ കുറിച്ച്. അപ്പൊ നല്ല രീതിയിൽ പേഷ്യൻസിന് അവരുടെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡി വർക്ക്സ്. കൂടാതെ ഇതിനും സഹായിക്കുന്നു പേഷ്യൻസിന് എന്താണ് അവരുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെ, പ്രവർത്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻസ് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായി, എന്നിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ വന്ന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരും അല്ലെ. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, ഇപ്പൊ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, ഫുഡ് എന്തൊക്കെ കഴിക്കണം അല്ലെ, എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഡോക്ടർ? അപ്പൊ എന്താണ് ഹെൽപ്പിംഗ് ഇങ്ങനെ ഫുഡ് എക്സസൈസുകൾ അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോ എന്താണ് അവരുടെ ബോഡിയിലെ എല്ലാവരുടെ ബോഡി വർക്കിംഗ് എന്നുവെച്ചാൽ അസുഖങ്ങൾ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ, ബോഡി വർക്കിംഗ്. അപ്പൊ എന്താണ് അവരുടെ ബോഡി, ആ പേഷ്യൻസിന്റെ ബോഡി എങ്ങനെയാ വർക്ക് ചെയ്യുന്ന, അവർക്ക് എത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ആ പേഷ്യൻസിന് മനസ്സിലാകാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്, and why making certain choices can enhance or dictate
from their health gives them informed agency over their bodies. ഇപ്പൊ നമ്മൊരു നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? ECG എടുക്കും അല്ലെ? ECG എടുക്കോ? നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായി ചെന്ന് കഴിഞ്ഞാൽ ECG എടുക്കും. ECG എടുത്തു കഴിഞ്ഞിട്ട് ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൻജിയോഗ്രാം, എക്കോ ടെസ്റ്റുകളൊക്കെ നടത്തും അല്ലെ? ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് എക്കോ ടെസ്റ്റുകള് എന്താണ് ആൻജിയോഗ്രാം ഒക്കെ എടുക്കും അല്ലെ? അതിലും എന്തെങ്കിലും ഡിഫക്റ്റുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ആൻജിയോഗ്രാം ചെയ്തിട്ട് അതില് ബ്ലോക്കുകൾ കാണിക്കുന്നുണ്ട്. 1 or 2 ബ്ലോക്കുകളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അല്ലെ? ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും. അതല്ല എന്താണ് അതിൽ കൂടുതൽ മേജർ ആയിട്ടുള്ള ബ്ലോക്കുകളാണെങ്കിൽ എന്താണ് ഓപ്പൺ സർജറിയിൽ ചെയ്യുന്നത്? ഓപ്പൺ സർജറി നടത്തും അല്ലെ? അത് എന്താണ് ഡോക്ടർ ഓപ്പൺ സർജറി നടത്തുമ്പോൾ എന്താണ് ഡോക്ടറുടെ തെരഞ്ഞെടുപ്പാണ് അല്ലെ? ചോയ്സ് അല്ലേ? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാണ് അല്ലെ? അപ്പൊ എന്താണ് എന്തുകൊണ്ട് അവരുടെ ഹെൽത്തിന് വേണ്ടി ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്നല്ലേ? അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അസുഖം കുറയ്ക്കുകയോ ചെയ്യുന്നു എന്ന് എന്താണ് അവർക്ക് തന്നെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഡോക്ടർ അറിവ് നൽകുന്നു അല്ലെ? ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡോക്ടർ സിസ്റ്റത്തിലിട്ട് കാണിക്കും. ആൻജിയോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവർ കാണിച്ചു തരും ഇന്ന ബ്ലോക്കുകളാണ്, ഇത് ഇത്ര പെർസെന്റേജ് ഉണ്ടെന്ന്. ആ ഡോക്ടർ കറക്റ്റ് ആയിട്ട് ആ പേഷ്യൻസിന് മെസ്സേജ് ഇൻഫർമേഷൻസ് കൊടുക്കില്ലേ? വിവരങ്ങൾ കൊടുക്കില്ലേ? അറിവ് കൊടുക്കോ? അതെന്താണ് എന്നിട്ട് പറയും എന്താണ് ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല അല്ലെ? നമുക്ക് എന്താണ് ഓപ്പൺ സർജറി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കും അല്ലെ? ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ എന്താണ് ചില തിരഞ്ഞെടുപ്പുകൾ ആ പേഷ്യൻസിന് വേണ്ടി ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ട് ഈ എഡ്യൂക്കേഷൻ ഡോക്ടേഴ്സ് എഡ്യൂക്കേഷൻ നൽകുന്നത് സഹായിക്കുന്നു. ക്ലിയർ ആയത്? എല്ലാവർക്കും ഓക്കെ ആണോ? Okay, next year. They feel like the hospital is their partner in health instead of another person telling them what they should be doing differently. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ നേരെ കൂടെ പോകുന്നത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലേ? അല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ എന്താണ് ഒരാള് നമ്മുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന ആരോഗ്യ പ്രോബ്ലംസിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതിനേക്കാൾ നമ്മൾ ആരെയാണ് നമ്മൾ പാർട്ണറാക്കി തിരഞ്ഞെടുക്കുന്നത്? ഹോസ്പിറ്റലിനെയാണ് അല്ലെ? ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ പാർട്ണറായി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ആരോഗ്യ പങ്കാളികളാണ്. ഹോസ്പിറ്റല് നമ്മളുടെ ആരോഗ്യ പങ്കാളികളാണെന്ന് നമ്മൾ തന്നെ എന്താണ് നമുക്ക് തന്നെ തോന്നുന്നു അല്ലെ? ആണോ? ഇപ്പൊ എന്താണ് ചിലപ്പോ ഏതെങ്കിലും ഒരു പേഴ്സൺ നമുക്ക് മിസ്സിലെ ഓപ്പൺ സർജറി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് കേട്ടോ. എന്താന്ന് വെച്ചാല് നമുക്ക് എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർ സർട്ടൻ ചോയ്സസ് പല ചോയ്സുകൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു പേഷ്യൻസിന്റെ. അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. ഇപ്പൊ ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് നെഞ്ചിന് ബുദ്ധിമുട്ടായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ECG എടുക്കും അല്ലേ? അല്ലേ? നമ്മൾ ECG എടുക്കും. അപ്പൊ ECGയിൽ വേരിയേഷൻസ് കാണുകയാണെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് ആൻജിയോഗ്രാം അതല്ലെങ്കിൽ എക്കോ ടെസ്റ്റുകൾ നടത്തും അല്ലെ? എക്കോ ടെസ്റ്റ് നടത്തും ആദ്യം.
എക്കോ ടെസ്റ്റിന് വേരിയേഷൻസ് കാണിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ആൻജിയോഗ്രാം ചെയ്യും. അപ്പൊ നമുക്കറിയാം ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു പേഷ്യൻസിന് ഇത്ര ബ്ലോക്ക് ഉണ്ട് അല്ലെ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോ മനസ്സിലാവില്ലേ? അപ്പൊ ആൻജിയോഗ്രാമില് ഒന്നോ രണ്ടോ എന്താണ് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അല്ലെ ഹാർട്ട് ബ്ലോക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളെങ്കിൽ അവർക്ക് എന്താണ്? ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും. പക്ഷെ മേജർ ആയിട്ടുള്ള ബ്ലോക്കുകൾ ആണെങ്കിലോ 3, 4, 5 ഒക്കെ ബ്ലോക്കുകൾ വരാൻ ആളുകളുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എങ്ങനെയുള്ള സർജറി? ഓപ്പൺ സർജറി ചെയ്യുന്നു അല്ലെ? ആണോ? ഓപ്പൺ സർജറി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷന് അനുസരിച്ച് ഡോക്ടർ എടുക്കുന്ന ചില തെരഞ്ഞെടുപ്പുകൾ അല്ലേത്? ചോയ്സസ് അല്ലേത്? അല്ലെ നവ്യ? ആണോ? ഇത്രയും പ്രൊസീജിയർ ഈ ടെസ്റ്റുകൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണോ സർജറി ആണോ ചെയ്യുന്നതെന്ന് എന്താണ് ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് എന്താണ് ട്രീറ്റ്മെന്റിൽ എടുക്കുന്ന ചോയ്സസ് അല്ലേ അത്? തിരഞ്ഞെടുപ്പല്ലേ ആണ്. അപ്പൊ ആ സെന്റൻസിൽ പറഞ്ഞേക്കും നോക്കിയേ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡി വർക്ക്സ് ആൻഡ് വൈ മേക്കിംഗ് സർട്ടൻ ചോയ്സസ്. അവരുടെ ഹെൽത്തിനെ കുറിച്ച് സർട്ടൻ ചോയ്സസ് അല്ലെ ചില തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അവരുടെ അസുഖം കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. ഇങ്ങനെ ഡോക്ടേഴ്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ, ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആണോ? ഇപ്പൊ ഒരു പേഷ്യൻസിന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യണം, ഡോക്ടർ വേഗം ചെയ്യുമത്? അവരോട് പറയാണ്ട് ചെയ്യോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യും? ഡോക്ടർ കറക്റ്റ് ആയിട്ട് അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കും അല്ലെ. അവര് സ്ക്രീനിൽ ആൻജിയോഗ്രാമിന്റെ റിപ്പോർട്ട് ഇട്ടുങ്ങാനിട്ട് അല്ലെ, ഇന്ന ബ്ലോക്കുകൾ ഉണ്ട് അല്ലെ, ഇത് ഇത്ര പെർസെന്റേജ് ഉള്ളൂ അല്ലെ, 80% ഉണ്ട്, ഇത് 60% ഉള്ളൂ. എന്താണ്? അപ്പൊ നമുക്ക് എന്താ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതിയാവും അല്ലെ. കറക്റ്റ് ആയിട്ട് കൊടുക്കും ഇൻഫർമേഷൻസ്. അപ്പൊ എന്താ അങ്ങനെ ഡോക്ടർ എന്താണ് അങ്ങനെ ഒരു ചോയ്സസ് കൊടുക്കുന്നത്? ഇവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അവർക്ക് അതിനെ കുറിച്ച് അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അവർക്ക് തന്നെ മനസ്സിലാകാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? എന്താ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എൻഷുർ ക്ലീൻലിനെസ്. എന്താണ്? ശുചിത്വം ഉറപ്പാക്കുക അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് എന്താണ് സാനിറ്റേഷൻ ഇല്ല, ശുചിത്വം ഇല്ല, സെക്യൂരിറ്റി ഇല്ല, എന്താണ് അങ്ങനെയാണെങ്കിൽ അവിടെ കെയർ, പേഷ്യൻസിന് കെയർ കൊടുത്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യും? പേഷ്യൻസ് പോകുന്ന അസുഖം കൂടാതെ അവർക്ക് ഒരുപാട് വേറെ അസുഖങ്ങളും കൂടിയും വരും അല്ലെ. ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്കലോഡ് ഇൻഫെക്ഷൻസ് അല്ലെ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ആണോ? അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എന്ത് പ്രവർത്തനങ്ങൾ നടത്താം? സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നിർബന്ധമായും നടത്താം അല്ലെ. ആണോ? ചെയ്യണോ ഹോസ്പിറ്റലില്? Okay, ensure cleanliness. No patients need to receive care in a situation that doesn't feel safe and sanitary. സുരക്ഷിതത്വം അല്ലെ, സേഫും സാനിറ്ററി എന്താണ് സാനിറ്ററി പ്രവർത്തനങ്ങളും ഇല്ലാത്ത സാഹചര്യത്തില് ഒരു രോഗിക്കും പരിചരണം കൊടുത്തതിന്റെ കാര്യമില്ല അല്ലെ. എന്തെങ്കിലും ഗുണമുണ്ടോ ഹോസ്പിറ്റലില്? ഇല്ല, ഒരു കാര്യവും ഇല്ല. Practicing sanitation in all areas of the institutions. ഹോസ്പിറ്റലില് ഒരു ഏരിയയിൽ മാത്രം നമ്മൾ സാനിറ്റേഷൻ നടത്തിയാൽ മതിയോ? ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതിയോ? OPD ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നടത്തിയാൽ മതിയോ? പോരാ അല്ലെ. എന്താണ്?
ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും നമ്മൾ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുക. ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ദി ഫിസിഷ്യൻ ഓഫീസർ, ഇതാണ് വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഡോക്ടറിന്റെ റൂം വരെ ഈ പ്രവർത്തനങ്ങൾ നടത്തണം. ഹെൽപ്പ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്, ഇതെന്ത് ചെയ്യുന്നു? രോഗികളെ സുരക്ഷിതരാക്കാനും അവരെ എന്താണ് സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ക്ലിയർ ആയത്? സിമ്പിൾ ആണ് അത് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. എന്ത് ചെയ്യാ? കാലഹരണപ്പെട്ട ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് നവീകരിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പണ്ട് അപ്പോയിന്റ്മെന്റ്സ് എടുത്തത് എങ്ങനെയാണ്? അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ എടുക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് എഴുതി കൊടുക്കും അല്ലെ? ഹോസ്പിറ്റലിൽ ചെന്ന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കും. പിന്നീട് എന്തായി? ഫോണിൽ വിളിച്ച് പറയാന്നുള്ള രീതിയായി അല്ലെ? ഫോണിൽ വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പൊ എന്തായി? നമുക്ക് ഓൺലൈനിൽ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓൺലൈനില് അപ്പോയിന്റ്മെന്റ്സുകൾ. അപ്പൊ എന്താണ്? മാറ്റങ്ങൾ വരെയാണ് അല്ലെ? സിസ്റ്റത്തിൽ അപ്ഡേഷൻസ് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്? ആണോ? അതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ ആ ടൈം കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ? പണ്ട് നമ്മ എങ്ങനെയാ ബില്ല് അടച്ചിരുന്നത്? നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പേയ്മെന്റ് എടുക്കാം അല്ലെ? അങ്ങനെയായിരുന്നോ? പേയ്മെന്റ് കൊടുക്കാം, ക്യാഷ് കൊടുക്കാം, അവര് തിരിച്ച് നമുക്ക് ബാലൻസ് ഒക്കെ തരും. ഇപ്പൊ എങ്ങനെയാ? കയ്യിൽ ക്യാഷ് വേണോ? ബാങ്കില്, ഓൺലൈനില് അല്ലെ? ബാങ്കിലെ അക്കൗണ്ടിൽ നമ്മുടെ പൈസ മതി, നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റുകൾ നടത്താം അല്ലെ? അതൊക്കെ ഈസി ആയോ? അതെന്താണ്? കാലഹരണപ്പെട്ട ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസിന് അപ്ഡേഷൻ വന്നിരിക്കുന്നതല്ലേ അത് അല്ലേ? പിന്നെന്താണ്? ഇപ്പൊ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ അതല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പിലൊക്കെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവും. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? അപ്ഡേഷൻ വന്നിരിക്കുന്നതാണ് അല്ലെ? എന്താ? നമുക്കറിയാൻ പറ്റും. നമ്മ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന നമുക്കറിയാം ഇനി എത്ര നേരം കൂടി കാത്തിരിക്കണം അല്ലെ? നമ്മുടെ നമ്പർ ആവാൻ എത്ര നേരം ഇരിക്കണം എന്നൊക്കെ നമുക്കറിയാലോ. നോക്കിയേ, when it comes to improve the patient experience, outdated internal system is important. എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ്? ഈ ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് എന്താണ്? അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു അല്ലെ? നമുക്ക് തന്നെ ഒരു നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ്? നമ്മുടെ ടൈമിൽ അല്ലെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഡോക്ടറെ കാണാൻ ഫ്രീ എങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ആ സമയത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം അല്ലെ ഡോക്ടർക്ക്? എന്താ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് അപ്ഡേഷൻ നടത്തുന്നതിലൂടെ ആണോ? ക്ലിയർ ആയോ? മിസ് പറയുന്നത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? അവർക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള സമയം അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഈവൻ സ്മോൾ അപ്ഡേറ്റ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം. വെയിറ്റിംഗ് റൂം എന്താണ്? നമുക്ക് ഈവൻ സ്മോൾ ആയിട്ടുള്ള അപ്ഡേഷൻസ് മൂലം എന്താണ്? പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നു അല്ലെ? ഇതൊക്കെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോമുകൾ അല്ലെ? മിസ് പറഞ്ഞാൽ എന്താണ്? അപ്പോയിന്റ്മെന്റ്സുകൾ അവർക്ക് ഉചിതമായ സമയത്ത് അവർക്ക് ഉചിതമായ ഡോക്ടർക്ക് അല്ലെ? അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റം അല്ലെ? വെയിറ്റിംഗ് റൂമിലേക്കുള്ള സൈനേജുകളും അവിടുത്തെ സിസ്റ്റംസ്. ആൻഡ് നഴ്സിംഗ് കോൾ ബട്ടൺസ്. പണ്ടൊക്കെ പണ്ടെന്ന് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താണ്? ഇപ്പൊ പേഷ്യൻസ് ഒരു റൂമിൽ കിടക്കാണ്, അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി, എന്ത് ചെയ്യണം? നഴ്സിംഗ് റൂമിൽ പോയി വിളിക്കണോ? വേണ്ടേ? നഴ്സിംഗ് റൂമിൽ പോയി വിളിക്കണം. ഇപ്പൊ നമുക്ക് പോണോ? നഴ്സിംഗ് റൂമിലേക്ക് പോണോ? നമ്മുടെ റൂമിൽ നിന്ന്, പേഷ്യന്റിന്റെ റൂമിൽ നിന്ന് കോൾ ബട്ടൺ ഞെക്കിയാൽ മതിയില്ലേ? അറ്റ് ദ സ്പോട്ട്
സ്വിച്ച് ഞെക്കാൻ വേണ്ടിയില്ലേ എന്താണ് നഴ്സ് അപ്പൊ തന്നെ നമ്മുടെ റൂമിൽ എത്തിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് nurse call button can have a significant influence on the patient satisfaction. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നു. ക്ലിയർ ആയതാ? നെക്സ്റ്റ് എടുക്കാലോ. ഈ ഫങ്ഷൻ എങ്ങനെയായിരിക്കണം? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഫങ്ഷൻ ആയിരിക്കണം അല്ലെ, സമയനിഷ്ഠ പാലിക്കുന്നവരായിരിക്കണം. ഇപ്പൊ നമ്മ ഡോക്ടറെ അടുത്ത് കാണാൻ പോയിട്ട് നമ്മുടെ അടുത്ത് പറയും OT-ല് അല്ലെ, OP-ല് എന്താണ് ഡോക്ടർ 10 മണിക്ക് എത്തും പറയാറുണ്ടോ? ഡോക്ടറിന്റെ OP ടൈം, കൺസൾട്ടേഷൻ ടൈം വരും. നമ്മ അതനുസരിച്ച് അവിടെ ചെന്ന് ഇരുന്ന് ഒരു 11 മണിയായിട്ടും ഡോക്ടർ വന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യാം? ദേഷ്യം വരുമോ? വരും അല്ലെ. അതല്ല ഡോക്ടർ പറഞ്ഞതിലും ഒരു 5 മിനിറ്റ് മുമ്പ് വരാം, അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് വന്നാൽ എന്താണ് നമുക്ക് അവരോടൊരു റെസ്പെക്ട് തോന്നും അല്ലെ, നമ്മൾ ഹാപ്പി ആവും, അവരോടൊരു റെസ്പെക്ട് തോന്നുമോ? ഓക്കെ. പിന്നെ punctuality reveals the practitioner's respect for the patient's busy schedule. പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളിൽ എന്താണ് പ്രാക്ടീഷണേഴ്സ് പങ്ക്ച്വാലിറ്റി, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് സമയനിഷ്ഠത പാലിക്കുന്ന എന്താണ് അവരോട് നമുക്കൊരു റെസ്പെക്ട്, ബഹുമാനം തോന്നാൻ കാരണമാകുന്നു. If an organization finds it difficult to save patients in a timely manner, they may require to examine their scheduling process and or staffing needs. ഇപ്പൊ ചില ഡോക്ടേഴ്സിന് വീക്ക്ലി സർജറി ഉള്ള ദിവസങ്ങളൊക്കെ ഇല്ലേ, ആഴ്ചയിൽ 2 ദിവസം അല്ലെ, ഒരു ദിവസം ഒക്കെ സർജറി നടക്കുന്ന ദിവസങ്ങളുണ്ടാവും ഇല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ദിവസം OP-ലേക്ക് ആളെ കയറ്റില്ല അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ടൈം ഒന്ന് മാറ്റൂ അല്ലെ, ടൈമിൽ ചേഞ്ചസ് ഉണ്ടാവും. OP-യില്ല, അവരെ കൺസൾട്ടേഷൻ ടൈമിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങള്, if an organization finds it difficult to patients in timely manner, പേഷ്യൻസിനെ അവർക്ക് കൊടുത്തിരിക്കുന്ന കറക്റ്റ് സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റുമോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? they may require to examine their scheduling process. അവരുടെ ഷെഡ്യൂളിംഗ് പ്രോസസ് എന്ത് ചെയ്യുക? സ്റ്റാഫിന്റെ നീഡ്സുകളും അവരുടെ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തി ഷെഡ്യൂൾ ചെയ്യാം, അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? ഡോക്ടർക്കും ആ പേഷ്യൻസിനും ആപ്റ്റ് ആയിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാം അല്ലെ, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തു, എന്താണ് ഫ്രൈഡേ ഒരു 10:30 ആവുമ്പോഴേക്കും വന്നു. പക്ഷെ ആ സമയത്ത് ഡോക്ടർക്ക് സർജറി ഉണ്ട്, കാണാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എങ്ങനെ കൊടുക്കണം? ഓർഗനൈസേഷൻ സ്റ്റാഫുകൾക്ക് അല്ലെ, സ്റ്റാഫിംഗ് നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ സമയവും പേഷ്യൻസിന്റെ സമയവും അനുസരിച്ച് അവർക്ക് രണ്ടുപേർക്കും ആപ്റ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള സമയം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ് കറക്റ്റ് സമയത്ത് ഡോക്ടർക്ക് ആ പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, ആണോ? ആ പേഷ്യന്റിനോട് പറഞ്ഞ സമയത്ത് തന്നെ എന്താണ് ഡോക്ടർക്ക് ആ പേഷ്യന്റിനെ കാണാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് സെറ്റ് എക്സ്പെക്ടേഷൻസ്. നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? പ്രതീക്ഷകള്. ഓക്കെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can help set hopes by keeping all the informations in the health care providers അല്ലെ, ഡോക്ടേഴ്സ് എന്ത് ചെയ്യുക? ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻ സൂക്ഷിക്കുക അല്ലെ, ഓൺ ദെയർ വെബ്സൈറ്റ്, അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പോർട്ടൽ വഴി അല്ലെ. പേഷ്യന്റിന്റെ പോർട്ടൽ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററീസ്,
ലാബ് ടെസ്റ്റുകള്, ഡയറ്ററി അല്ലേ, സോഷ്യൽ ഡാറ്റാസ് ഇല്ലേ, പേഷ്യന്റ് പോർട്ടലൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, പിന്നെന്താണ് പാസ്റ്റ് ഡാറ്റാസ് അല്ലെ, ഹെൽത്ത് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, പിന്നെന്താണ് ആൻഡ് പ്രിന്റഡ് കൊളാറ്ററൽ അപ് ടു ഡേറ്റ് ഓൾവേസ്, പിന്നെ പ്രിന്റഡ് കൊളാറ്ററൽ അപ് ടു ഡേറ്റ്, പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുമല്ലോ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വഴി പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കോ, ഫീഡ്ബാക്ക് എടുക്കും അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഡോക്ടേഴ്സിന്? പിന്നെ എന്താണ് പേഷ്യൻസിന്റെ എന്താണ് പേഷ്യന്റ് പോർട്ടൽ വഴി അല്ലേ, പേഷ്യന്റ് പോർട്ടലിൽ എന്തുണ്ടാവും, പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാലോ ഒരു പേഷ്യൻസിന് ഇന്ന മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ട്രീറ്റ്മെന്റ് എന്തായിരിക്കും അറിയാലോ ആ ഡോക്ടർക്ക് അറിയാൻ സാധിക്കോ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് പേഷ്യന്റ് പോർട്ടലിൽ കൂടി അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഡോക്ടറുടെ വെബ്സൈറ്റിൽ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വഴി അല്ലെങ്കിൽ എന്താണ് പ്രിന്റഡ് കൊളാറ്ററൽ അപ്ഡേറ്റുകൾ വഴി എന്താണ് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അല്ലെ, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിച്ച് എന്ത് ചെയ്യാ, പ്രൊവൈഡേഴ്സ് അവർക്ക് വേണ്ട ഹോപ്സുകൾ അല്ലെ, അവരുടെ പ്രതീക്ഷകള് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻക്ലൂഡിംഗ് ആൻ FAQ സെക്ഷൻ ഓൺ പ്രിന്റഡ്. FAQ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ മിസ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പറഞ്ഞപ്പോ ഒരു സർവേയുടെ കാണിച്ചില്ലേ, ഇതെന്താണ് ഈ ഫ്രീക്വന്റ്ലി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സർവേ നടത്താനായിട്ട് ഹോസ്പിറ്റലുകാർ ചോദിക്കുന്ന ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് അല്ലേ ഇത്. ഡോക്ടറെ കാണാൻ എങ്ങനെയാണ് അല്ലെ, ബില്ലിങ്ങിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓൺ പ്രിന്റഡ് ആൻഡ് ഒരു മിനിറ്റ് കേട്ടോ, ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ. ടേബിൾ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അതിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ മാത്രം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട്സ് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻ, റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ് and schedule appointments also plays a vital role in aligning patients' hopes with their experience. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്താണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ ഡിജിറ്റൽ മെറ്റീരിയൽസ് അല്ലെ, ഡിജിറ്റൽ മെറ്റീരിയൽസ് എന്താണ്, ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻ അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ഈ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞോ മിസ്, അതെങ്ങനെയാണ് ഡോക്ടർ ഇലക്ട്രോണിക്കലി ആയിട്ട് എന്താണ് പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുക്കുകയാണ് അല്ലെ ഫാർമസിയിലേക്ക്. അപ്പൊ എന്താണ് അതിലെന്തെങ്കിലും എറേഴ്സ് സംഭവിക്കോ? അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഫാർമസിയിലെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കോ? തെറ്റുകള് ഇല്ല അല്ലെ. പിന്നെ എന്താണ് റിസീവിങ് കെയർ ആഫ്റ്റർ അവേഴ്സ്, നമുക്ക് കെയർ പരിചരണം ലഭിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കും അല്ലെ, വാങ്ങിക്കൂ അല്ലെ, എന്താണ് ഫീഡ്ബാക്ക്. ആൻഡ് ഷെഡ്യൂളിംഗ് ഓൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ. പിന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാം അല്ലെ പേഷ്യൻസിൽ നിന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഹോസ്പിറ്റലുകാർക്ക് മനസ്സിലാവും എന്താണ് അവിടുത്തെ പോരായ്മകൾ എന്താണ് അല്ലെ, ഡിഫക്റ്റുകൾ എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകൂലേ സർവേ ഫീഡ്ബാക്ക് എടുക്കുന്നതിലൂടെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കാം അല്ലെ, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കോ? ആ പ്രോബ്ലംസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് ഡിജിറ്റൽ ഫോർമാറ്റിലൂടെ ഈ പ്രിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് എറേഴ്സ് സംഭവിക്കില്ല അല്ലെ, അവരുടെ മരുന്നുകളുടെ കാര്യത്തില പിന്നെ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, തെറ്റുകൾ സംഭവിക്കില്ല. പിന്നെ എന്താണ്
receive care after hours. അവർക്ക് കെയർ കിട്ടിയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഫീഡ്ബാക്ക് വാങ്ങാം. പിന്നെ എന്താണ്, അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, ഏത് ഡോക്ടറെ അവർക്ക് കൺസൾട്ട് ചെയ്യണം, ഏത് സമയത്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ് വേണം എന്നിട്ട് അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയതാ? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ എന്താണ്, നേരിട്ടല്ല അല്ലെ പറഞ്ഞിരിക്കുന്നത്, കറങ്ങി തിരിഞ്ഞാണ് അല്ലെ. വളർന്നില്ലേ? ഓക്കെ. പിന്നെന്താ, ഗോ ഡിജിറ്റൽ, ഡിജിറ്റലൈസ് ആക്കുക. ഡിജിറ്റലൈസ് ആക്കുമ്പോ എന്താണ്, സ്റ്റാഫുകളുടെ പെർഫോമൻസ് കുറച്ചും കൂടി അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കോ? ഈസി ആക്കാം അല്ലെ, ടൈം ലാഭിക്കാം അല്ലെ, ടൈം ലാഭിക്കാൻ പറ്റും. അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു അറിവ് കിട്ടുന്നു അല്ലെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോ. ഓക്കെ, ഹോസ്പിറ്റൽ ക്യാൻ എറർ ഫ്രീ ആക്കുന്നു. ഓക്കെ, hospital can do just about anything with a few taps on our phones, from paying our bills to booking a vacation. അല്ല കേട്ടോ, വാക്സിനേഷൻ ആണ് അത്, വാക്സിനേഷൻ. നമുക്ക് നമ്മുടെ ഫോണില് കുറച്ച് ടാപ്പുകളിലൂടെ അല്ലെ, കുറച്ച് ടച്ചസിലൂടെ നമുക്ക് ഹോസ്പിറ്റലിലെ പല പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുന്നുണ്ടോ? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ, നമുക്ക് ബില്ലുകൾ അടക്കാം, നമുക്ക് വേണ്ട വാക്സിനേഷൻ ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടോ? അതെന്താണ്, ഹോസ്പിറ്റലില് നമുക്ക് ചില ടാപ്പുകളിലൂടെ, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ടച്ച് സ്ക്രീൻ ആണല്ലേ, ഇപ്പൊ എല്ലാവരെയും സ്മാർട്ട് ഫോണുകളാണല്ലേ, അതിൽ 3-4 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മുടെ ബില്ലുകൾ പേ അടയ്ക്കാനായിട്ട് അല്ലെ, വാക്സിനേഷൻ ബുക്ക് ചെയ്യാനായിട്ടും അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനും സാധിക്കുന്നു. ഡിജിറ്റൈസിംഗ് യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് proficiency for your staff and patients that make better everyone experience. ഡിജിറ്റൈസിംഗ് ആക്കുമ്പോൾ എന്താണ്, സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ പ്രൊഫിഷ്യൻസി, അവരുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കോ? എറർ ഫ്രീ ആക്കാം. അവർക്ക് എല്ലാത്തിനെ കുറിച്ചും 1-2 ക്ലിക്കിലൂടെ, 1-2 ടച്ചിലൂടെ അവർക്ക് ഇൻഫോർമേഷൻ ലഭിക്കുകയാണ് അല്ലെ, ആണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു കഴിഞ്ഞാല്, മിസ് ഇവിടെ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുമ്പോ മിസ് ഒരുപാട് വേർഡ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു സെന്റൻസ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് മിസ് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ മൊബൈൽ എടുക്കും, ഗൂഗിളില് സെർച്ച് ചെയ്യും അല്ലെ. അതെന്ത് ചെയ്യാണ്? നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പ്രൊഫിഷ്യൻസി. അപ്പൊ എന്താണ്, ഇങ്ങനെ ഡിജിറ്റൈസിംഗ് ആക്കുമ്പോ എന്താണ്, ഹോസ്പിറ്റലിൽ അവരുടെ സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് എന്താണ്, പേഷ്യൻസിന് എല്ലാവർക്കും അവരിൽ നിന്ന്, ആ സ്റ്റാഫുകളിൽ നിന്ന് എന്താണ്, ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു അല്ലെ. അവരുടെ പ്രാവീണ്യം, അവരുടെ എബിലിറ്റി, അവരുടെ കഴിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവര് നല്ല രീതിയിൽ നമ്മളെ ചെക്കപ്പ് ചെയ്യോ, ട്രീറ്റ്മെന്റ് ചെയ്യോ, നമുക്ക് വേണ്ട സർവീസുകൾ തരൂ. എന്താ, ആൻഡ് പേഷ്യൻസ് ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ്. അതുവഴി പേഷ്യൻസിന്റെ എല്ലാവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനായിട്ട്, നന്നാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയതാ? നെക്സ്റ്റ് നോക്കിയേ, the right software allows to digitize every step of the patient's journey. എന്താണ്, എല്ലായിടത്തും അല്ലെ, എല്ലാ ഏരിയാസിലും എന്താണ്, റൈറ്റ് സോഫ്റ്റ്വെയർസ് അലൗ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലില് നമ്മ എൻട്രൻസിൽ ചെല്ലുമ്പോ അവിടെ എന്തുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ, റിസപ്ഷനില് HR അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നമ്മളെ കുറിച്ചുള്ള? ലാബുകളിൽ എന്തുണ്ട്, LIS ഉണ്ട് അല്ലെ, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട്.
റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഓരോന്നാണോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അല്ലെ സോഫ്റ്റ്വെയർസ് ആണോ? ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താ, the right softwares allow to digitize every step of the patient's journey അല്ലെ. പേഷ്യൻസിന്റെ ജേർണി നല്ല രീതിയിലുള്ള യാത്രയ്ക്ക് വേണ്ടി എന്താണ്, ഓരോ ഏരിയയിലും അവർക്ക് ഉചിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ, റൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം അല്ലെ, ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രം ബുക്കിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ടു പേയിങ് ഡെപ്റ്റിബിൾസ് അല്ലെ, എന്താണ് അവരുടെ ബില്ലുകൾ അടക്കുന്നത് മുതൽ, എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യുന്നത് മുതൽ ബില്ലുകൾ അടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ അപ്പോയിന്റ്മെന്റ്സുകൾ, ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുന്നത് വേറെ ഒരു സോഫ്റ്റ്വെയർ വെച്ചായിരിക്കും അല്ലെ, വേറെ രീതിയിലായിരിക്കും. RIS പ്രവർത്തനങ്ങൾ വേറെ ആയിരിക്കുമല്ലോ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ പ്രവർത്തനങ്ങൾ വേറെ ആയിരിക്കും അല്ലെ. നമ്മ ബില്ല് അടക്കുന്നത് എങ്ങനെയാണ്? GPay വഴി അല്ലെ, ഗൂഗിൾ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങിച്ചിങ്ങാണ്ട് അല്ലെ. ഇപ്പൊ എല്ലായിടത്തും വ്യത്യസ്ത രീതിയിലല്ലേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആണോ? അപ്പൊ ഓരോ ഏരിയക്കും അവർക്ക് ഉചിതമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡിക്രീസ് വെയിറ്റ് ടൈംസ്. കൂടാതെ എന്ത് ചെയ്യണം? വെയിറ്റ് ടൈം കുറയ്ക്കണം അല്ലെ. ഹോസ്പിറ്റലില് പേഷ്യന്റ് കാത്തിരിക്കേണ്ടി വരുന്ന സമയല്ലേ, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഡോക്ടർ കൺസൾട്ടന്റിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഫാർമസിയുടെ മുമ്പിലായിക്കോട്ടെ അല്ലെ, അവര് വെയിറ്റ് ചെയ്യുന്ന സമയം ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ടൈം that patient spend in waiting rooms. എന്താണ്, പേഷ്യൻസ് വെയിറ്റിംഗ് റൂമിന് മുമ്പിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക. Plan to get rid of time spent traveling to and from appointments അല്ലെ, എന്താണ് അവര് അപ്പോയിന്റ്മെന്റ്സുകൾക്ക് വേണ്ടിയും അവിടെ നിന്ന് തിരിച്ചും ഉള്ള യാത്രയിലേക്ക് അല്ലെ. ഒരു അപ്പോയിന്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവർ തിരിച്ചു പോകുന്നത് വരെയും? ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഡോക്ടറെ കാണാനല്ലേ, ഡോക്ടർ എക്സാമിൻ നടത്തണം അല്ലേ, ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ നാം ചെയ്യണം അല്ലേ, പിന്നെന്താണ് മരുന്നുകൾ വാങ്ങിക്കണം. അപ്പൊ അതിനെന്തുണ്ട്, അതിനൊക്കെ ചെലവഴിക്കുന്ന സമയം കണ്ടെത്താനും. പിന്നെന്താണ് റിന്യൂവിങ് സ്ട്രെസ്. നമ്മൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവോ, പേടി ഉണ്ടാവോ, ഉത്കണ്ഠ ഉണ്ടാവും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണെങ്കിൽ കൂടുതലായിരിക്കും അല്ലെ ടെൻഷൻ. അപ്പൊ എന്താ, ആ റിമൂവിങ് സ്ട്രെസ്. ഇപ്പൊ നമ്മ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്രയും നേരം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ട്രെസ് അനുഭവിക്കണം അല്ലെ. അതല്ല 10 മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കണ്ടു പോരാന്നുണ്ടെങ്കിൽ നമ്മ 10 മിനിറ്റ് സ്ട്രെസ് അനുഭവിച്ചാൽ മതി. അതല്ല 1 മണിക്കൂർ 2 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുമ്പോഴോ അത്രയും സമയം നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് അല്ലെ. എന്ത് ചെയ്യാ, റിമൂവിങ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ്സുകൾ, പേഷ്യൻസിന്റെ സ്ട്രെസ്സുകൾ മാറ്റാം. ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്. ചില സമയത്ത് പേഷ്യൻസിന്റെ നമ്പർ ഒക്കെ വിളിക്കുമ്പോ പേഷ്യൻസ് ഇല്ലാതാവില്ലേ, ചിലപ്പോ പുറത്തു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അറ്റൻഡൻസ് ബാരിയേഴ്സ്, അറ്റൻഡൻസിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, patient registration paperwork also contributes to longer wait times. നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻസ് പേപ്പർ വർക്ക് ആണെങ്കിലോ നമ്മ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരില്ല. അവര് എഴുതി തയ്യാറാക്കണവരെയും വേണോ. മറ്റേതിലാണെങ്കിൽ എന്താണ്, ഡിജിറ്റലൈസ്ഡ് ആവുമ്പോ എന്താണ്, ഈസി ആയി അല്ലേ, എറർ ഫ്രീ ആയി പെട്ടെന്ന് തന്നെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ എന്താണ്, പേപ്പർ വർക്കുകൾ ആവുമ്പോ എന്താണ്, നമ്മൾ ഒരുപാട് നേരം രജിസ്ട്രേഷൻ സെക്ഷനിലെ ഈ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കേണ്ടി വരുന്നു.
Hospital can use secure online program to let the patients complete and submit their registration paperwork before their appointments, further deducting time spent in the waiting room. പിന്നെന്താണ് ഹോസ്പിറ്റൽ സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾക്ക് മുമ്പ് അവരുടെ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അവർ ഒരുപാട് നേരം നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലില് രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയാണ് പോകുന്നതുണ്ടെങ്കിൽ നമ്മ ഒരുപാട് നേരം നിന്ന് പറഞ്ഞു കൊടുക്കണോ? ജസ്റ്റ് നമ്മുടെ ID നമ്പർ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി അല്ലെ. പേഷ്യന്റിന്റെ ID നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ ആ ID നമ്പർ അടിച്ച് നമ്മുടെ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടോ? അപ്പൊ എന്താ നമ്മ അവിടെ മുമ്പിൽ അങ്ങനെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ അവർ ഉപയോഗിക്കുന്നത് വഴി എന്താണ് പേഷ്യൻസിന്റെ ടൈം കുറയ്ക്കാനായി, വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ക്ലിയർ ആവുന്നുണ്ടോ മിസ് എടുക്കുന്നത്? മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് ഫസ്റ്റത്തെ സെക്ഷൻ നമുക്ക് എളുപ്പമായിരുന്നു അല്ലെ. ഈ ഭാഗം കുറച്ച് എളുപ്പമാണ്, പക്ഷെ എന്താണ് വളഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? നെക്സ്റ്റ്, ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. എങ്ങനെയുള്ള കെയർ കൊടുക്കാം പേഷ്യൻസിന്? പേഷ്യന്റ് ഫോക്കസ്ഡ് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം നൽകുക. എന്താണ്? പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സ്റ്റാഫ്. ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, കോർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം പേഷ്യൻസിന്റെ ബെറ്റർ ഹെൽത്തും വെൽബീയിങ് ആണോ? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കണം, അവരുടെ ക്ഷേമവുമാണോ പേഷ്യന്റ് സെൻട്രിക് അല്ലെ. പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു കെയർ, അതുവഴി എന്താണ് ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കംസ് അല്ലെ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ആണോ? രോഗിയുടെ ആരോഗ്യവും അല്ലെ, ഹെൽത്തും അവരുടെ വെൽബീയിങ്ങുമാണ് ഒരു ആശുപത്രിയുടെയും അവിടുത്തെ ജീവനക്കാരുടെയും കോർ കാതലായ കാര്യം എന്ന് പറയുന്നത്. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ ദ പേഷ്യന്റ് വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിചരണമാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? പേഷ്യൻസിന് ഒരു മൂല്യം കൊടുക്കുന്നു അല്ലെ, ഒരു വില നൽകുന്നുണ്ടോ? പേഷ്യൻസിനാണോ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്? പേഷ്യൻസിനായിരിക്കും അല്ലെ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടാതെ എന്താണ്? ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അല്ലെ, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് നൽകുന്നു. കൂടാതെ എന്താണ്? ആസ് വെൽ ആസ് ദെയർ ഹെൽത്ത് റിക്വയർമെന്റ്സ്. കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കാണോ മുൻതൂക്കം നൽകുന്നത്, അതോ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റിനോ? എന്തിനായിരിക്കും? പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അല്ലെ. അപ്പൊ എന്താ? പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള കെയറിൽ എന്താണ്? പേഷ്യൻസിന് കൂടുതൽ മൂല്യം നൽകുകയും അല്ലെ, വാല്യൂ കൊടുക്കുകയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രിഫറൻസ് അല്ലെ, വ്യക്തിഗതമായിട്ടുള്ള അല്ലെ, പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രിഫറൻസ്, പ്രാധാന്യം നൽകുകയും കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നു. Education and technological update the streamline their experience donate to patient focused care. എന്താണ്? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷനും ടെക്നോളജിക്കൽ അപ്ഡേഷൻസും കൊടുക്കുന്നത് വഴി എന്താണ്? അവരെന്താണ്? കൂടുതൽ പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയറിലേക്ക് നയിക്കുന്നു അല്ലെ സ്റ്റാഫുകളെ. ആണോ? അവർ ടൈം ലാഭിക്കല്ലേ നമ്മ ടെക്നോളജിക്കൽ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുകൾ നൽകുന്നതിലൂടെ എന്താണ്? അവർക്ക് കൂടുതൽ നേരം പേഷ്യൻസുമായി ചെലവിടാൻ സമയം കിട്ടാണ് അല്ലെ, സ്പെൻഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ്? ഡോക്ടറുടെ മുമ്പിൽ എന്താണ്? മെഡിക്കൽ സ്ക്രൈബിന് ഇരുത്താം. അപ്പൊ അവരെന്താണ്?
പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ചോദിച്ചാൽ മതിയോ? നോട്ട് ചെയ്യുന്നതോ ഒക്കെ ആരായിരിക്കും? ആരായിരിക്കും ഈ പേഷ്യൻസ് പറയുന്ന വിവരങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത്? മെഡിക്കൽ സ്ക്രൈബ് ആയിരിക്കും അല്ലേ? ആ സ്റ്റാഫ്, ആ മെഡിക്കൽ സ്ക്രൈബ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ നേരം ആ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കോ? ഇപ്പൊ എന്താ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേഷൻസ്? എന്താണ് എഡ്യൂക്കേഷനും ടെക്നോളജിക്കൽ ആയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള അപ്ഡേഷൻസും വരുന്നതിലൂടെ എന്താണ് പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിചരണം അവർക്ക് സ്റ്റാഫുകൾക്ക് നൽകാനായി സാധിക്കുന്നു. ഇവഞ്ച്വലി അങ്ങനെ പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുത്താൽ എന്താണ് ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ? ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനും സാധിക്കുമോ? പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള കെയർ പരിചരണം കൊടുത്താൽ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നു അല്ലെ? അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നു അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. അതെന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എങ്ങനെയാണ് എന്ത് ചെയ്യാ? ലൈഫ് ലോങ് ലേണിംഗിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ? എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. ഹെൽത്ത് കെയർ പ്രാക്ടീസസും ആരോഗ്യ പരിചരണ പ്രാക്ടീസുകളും സിസ്റ്റംസ് എങ്ങനെയാണ് കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുകയാണോ? ഒരു 5 വർഷം മുമ്പ് നമ്മൾ കണ്ട ട്രീറ്റ്മെന്റുകള്, ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളത് അല്ല അല്ലെ? ഒരുപാട് ചേഞ്ചസ് അല്ലെ, മാറ്റങ്ങൾ കൊണ്ടുവരുന്നിട്ടുണ്ടോ? അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെ? എന്താണ് കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്? എന്താണ് തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ടു കീപ് ഫേസ്. ഇങ്ങനെ വികസിക്കുമ്പോൾ എന്താണ് വേഗത നിലനിർത്താൻ സാധിക്കുന്നു അല്ലെ? പേസ് വേഗത നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽ require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. എന്താണ് ഹോസ്പിറ്റലില് സ്റ്റാഫുകൾക്ക്, ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, ടെക്നോളജിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർക്കൊക്കെ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ നൽകുക, ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ നോളജ് വർദ്ധിക്കുന്നു അല്ലെ? അവരറിവ് വർദ്ധിക്കുന്നുണ്ടോ? അവരുടെ അറിവ് നോളജ് വർദ്ധിപ്പിക്കാനും അവരുടെ കഴിവുകൾ അല്ലെ, എബിലിറ്റീസ്, അവരുടെ സ്കില്ലുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവരുടെ എബിലിറ്റീസും കഴിവുകളും ഒക്കെ എന്താണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ കഴിവുകളും അവരുടെ അറിവുകളും വർദ്ധിച്ചാൽ എന്താണ് അവർക്ക് പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കാനായിട്ട് സാധിക്കില്ലേ? ആണോ? ഇപ്പൊ നമ്മ പറയാറുണ്ട് എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്യാം അല്ലെ? കൂടുതൽ എന്തുകൊണ്ടായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്? അവർക്ക് കുറച്ചും കൂടി അറിവുണ്ടാവും അല്ലെ ഓരോ കാര്യത്തിനെ കുറിച്ചും. ചിലപ്പോ അവർക്ക് എന്താണ് നമ്മളെ ചെക്കപ്പ് ചെയ്യേണ്ട ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അസുഖങ്ങളെ കുറിച്ച് അല്ലെ, അസുഖത്തെ കുറിച്ച് മനസ്സിലാകോ? അവർക്ക് ട്രെയിനിങ് അല്ലെ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? അവർ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാണ് അല്ലെ, കണ്ടെത്തുന്നതാണ്. അപ്പൊ എന്താ ഇങ്ങനെയുള്ള വാസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കാനായിട്ടും അവരുടെ കഴിവ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. ഇതുവഴി എന്താണ്
പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള പരിചരണം ലഭ്യമാക്കാൻ കൊടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, വിത്ത് ദ റൈറ്റ് സ്കിൽസ് സെറ്റ്സ്, എന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് പ്രാക്ടീഷണേഴ്സിന് നല്ല രീതിയിലുള്ള കഴിവുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ, അല്ലെ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന്റെ സ്കോർ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മുടെ മോണിറ്ററിംഗ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും ഒന്ന് ആ ചാപ്റ്റർ ഒന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി ഏതെങ്കിലും ഒരു ഭാഗം? ഇമ്പോർട്ടന്റ് മിസ് പറഞ്ഞുതരാം കേട്ടോ. മിസ്സിങ് തീരുമ്പോ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എവിടെ വരെ എടുത്തോ? ഇക്കോ ഓക്കെ, എക്കോ കഴിഞ്ഞു അല്ലെ? നെക്സ്റ്റ് അതില്ല 26th മുതലില്ലേ യൂറോഫ്ലോമീറ്റർ, 26th വരുന്ന എക്യുപ്മെന്റ് യൂറോഫ്ലോമീറ്റർ മുതൽ മിസ് എടുക്കുന്നത് കേട്ടാ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് റിവിഷൻ ഒക്കെ ഒന്ന് നടത്താം. മിസ് എടുത്ത ഭാഗത്തില് ഭാഗത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ? ഇല്ല, ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും പറഞ്ഞു തരാനുണ്ടോന്ന്? സോളിഡ് ടീച്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി അതിൽ ഇനി എടുക്കാനില്ലേ 8 ചാപ്റ്റർ? 8 ചാപ്റ്റർ അല്ല, 8 എക്യുപ്മെന്റ്സുകൾ ഇനി എടുക്കാനില്ലേ? 18 മുതൽ എടുക്കാനുണ്ട് അല്ലെ? കുറച്ച് 7 എണ്ണം. അത് ഇനി സോളിഡ് ടീച്ചർ എടുക്കും. ഈ 6th മുതൽ മിസ് എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗം ഈ ചാപ്റ്റർ ഇപ്പൊ ക്ലിയർ ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്ലിയർ ആണോ? എല്ലാവരോടും കൂടിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.